നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഒരു ആവശ്യവുമില്ല. അതെ, അപ്പം ചെറുപ്പത്തിലൂടെ എത്തിയാൽ മതി. ഈ ചെറുപ്പം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഇപ്പോഴും ചെറുപ്പമുണ്ട് എല്ലാവരിലും, പക്ഷെ ആരും ചെറുപ്പത്തിലോട്ട് എത്തുന്നില്ല. കാരണം ഈ പ്ലാൻ വിട്ടാലേ ചെറുപ്പത്തിലെത്താൻ പറ്റത്തുള്ളൂ. കാരണം ചെറുപ്പത്തിൽ പ്ലാൻ ഇല്ല. അപ്പം നമ്മൾ പ്ലാനിലോട്ട് എപ്പോൾ എത്തിയ പ്ലാന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെറുപ്പം കാണത്തില്ല. ചെറുപ്പത്തിലോട്ട് എത്തിയാൽ പ്ലാൻ എല്ലാം പോകണം. അപ്പോൾ പ്ലാൻ വിടാൻ കഴിയില്ല. പ്ലാൻ വിട്ടാൽ നമുക്ക് ചെറുപ്പത്തിലെത്തിക്കഴിഞ്ഞാൽ, സൂക്ഷ്മതലത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം കൃത്യമായിട്ട് കാണാം. അപ്പോൾ പ്രായോഗികമായിട്ട് കാണാത്തത് കൊണ്ട് ഈ ചെറുപ്പത്തിലോട്ട് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് തർക്കിക്കുന്നത്. നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് സഹകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിലെ പ്ലാനുകളെല്ലാം മാറണം. നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പ്ലാനാണ് നമുക്ക് മാനസിക അസ്വസ്ഥത തരുന്നത്. അതുമാത്രമേ നമ്മളെ മാനസിക അസ്വസ്ഥനാക്കത്തുള്ളൂ. മാനസിക അസ്വസ്ഥതയുണ്ടോ രോഗം ഉണ്ടാവും. കാരണം രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കിടന്ന് പാടുപെടുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സുതാര്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് രോഗിയാകുന്നത്. ഒരു വ്യക്തി ജീവിക്കുക എന്ന് പറയുന്നത് രോഗത്തെ അതിജീവിക്കുകയും. രോഗം എന്തുകൊണ്ട് വരുന്നു? രോഗം വരുന്നത് കാലത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കാലത്തെ അതിജീവിക്കുന്നതാണ് ബോധം, തെളിച്ചം. ഒരു നമ്മൾ പ്ലാൻ പ്രകാരം നമ്മളെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റാത്തപ്പോഴാണ് ദേഷ്യവും സങ്കടവും വാശിയും വൈരാഗ്യവും ഭയവും ഇതെല്ലാം ഉണ്ടാകുന്നത്. അല്ല, മനുഷ്യവംശത്തിൽ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ തീരുമാനം എടുത്തു വെച്ചിട്ട് ആ തീരുമാനം ഒപ്പിക്കാൻ നിങ്ങൾ നോക്കുകയാണ്, അല്ല ഉത്തരം കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല. അങ്ങനെയൊന്നുമില്ല. ഈ മനുഷ്യവംശത്തിൽ വന്നു അങ്ങനെയൊന്നുമല്ല. ഏത് വ്യക്തി പരിശോധിച്ചാൽ മാറ്റത്തെ കാണാൻ പറ്റും. ആ മാറ്റത്തിന് പകരം തീരുമാനങ്ങളെടുത്ത്, മനസ്സിലായേ? അതുകൊണ്ട് മാത്രമാണ് മനുഷ്യവംശത്തിൽ എന്നൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾ വിഡ്ഢിത്തരം പറഞ്ഞിട്ട് നിങ്ങൾ അതാണ് പറഞ്ഞത്, നിങ്ങൾ കേൾക്കാനല്ല ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അത് കേട്ടറിയാനല്ല നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ അതുകൊണ്ടാണ് സെബുവിനെ തല്ലിയാലും സെബുവിന് വേദനിക്കോ ഇങ്ങനെയുള്ള പൊട്ടത്തരമായിട്ട് വരണം. കാരണം ആ കാര്യം മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് മറ്റൊരാളുമായിട്ട് തർക്കിച്ച രണ്ട് കൂട്ടർ വന്നൊരു ധാരണ ഉണ്ടാക്കുകയല്ല. നിങ്ങളിൽ ധാരണ തെളിയുന്നുണ്ടോ? ഇത് മാത്രമേ ഒരു വ്യക്തിക്ക് നടക്കത്തുള്ളൂ. അതിൽ രണ്ടുപേരും തമ്മിൽ ഒരു കാരണവശാലും ഒരു വ്യക്തത ഉണ്ടാകില്ല. ഓരോ വ്യക്തിയിലുമാണ് വ്യക്തത ഉണ്ടാകുന്നത്. അതിൽ മറ്റൊരാളുമായിട്ട് ചോദിച്ച് അവിടെ ഒരു കാരണവശാലും ധാരണ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബലം പിടിച്ചൊരു തീരുമാനം എടുത്ത് വെക്കുകയും മറ്റൊരാൾ ചോദിച്ച് അയാൾ പറഞ്ഞ പൊട്ടത്തരമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എത്ര കാലം ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ആ പൊട്ടത്തരം തന്നെയായിരിക്കും മറ്റൊരാളെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അത് അങ്ങനെ വർക്ക് ചെയ്യും. കാരണം കഥയില്ല അതിനകത്ത്. ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ പൊട്ടറാണെന്ന് സ്ഥാപിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലാവും? അഫ്സൽ പൊട്ടറാണില്ലെന്ന് ഞാൻ സ്ഥാപിക്കുന്നതിൽ എന്ത് കാര്യം ഇരിക്കുന്നു? ഒരു കഥയില്ല. നമ്മൾ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് പരസ്പരം സംസാരിക്കുന്നത്. എന്നിലെ തെളിച്ചത്തിൻ്റെ തുടർച്ചയ്ക്കാണ്. അല്ല, ഞാൻ ശരിയാണെന്ന് സ്ഥാപിക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നിലെ ശരിയെന്ന് പറഞ്ഞ അവസ്ഥയിൽ അല്ല, അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ കഥയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. മനസ്സിലായി? നിങ്ങളോട് സംസാരിക്കുന്നതിൽ കഥയില്ല. കാരണം നിങ്ങൾ കുറേ തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഈ നിമിഷത്തിൽ ലൈവായിട്ടിരിക്കുന്ന ഭാഗത്തിന് സ്ഥാനമില്ല. അങ്ങനെയുള്ളൊരു കമ്പ്യൂട്ടറിനോട് നമുക്കെന്ത് കാര്യം ഒരു റോബോട്ടിനോട് സംസാരിക്കുന്നതിൽ എന്തർത്ഥം? കാരണം അതിനകത്ത് കുറേ ഡേറ്റ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവിടെ മനുഷ്യനാകാൻ തയ്യാറല്ല, ഒരു മൃഗമായിട്ടിരിക്കാനാണ് താല്പര്യം. അവിടെ മനുഷ്യനാകുന്ന ഭാഗമാണ് ഇപ്പോഴത്തെ തെളിച്ചം. എൻ്റെ തീരുമാനമല്ല. ഇപ്പം എത്രത്തോളം എന്നിൽ മാറ്റം ഉണ്ടാകുന്നു, ഈ മാറ്റത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് സംസാര ഭാഷ
സംസാര ഭാഷ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജൈവാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തെ എത്രത്തോളം തെളിച്ചു കൊണ്ടുവരുന്ന ഭാഗമുണ്ട്, അതാണ് ശ്രദ്ധിക്കുന്നത്. അതിനാണ് പ്രാധാന്യം. അതല്ലാതെ മറ്റൊരാളോട് തർക്കിച്ച് ഒരിക്കലും അങ്ങനൊരു താല്പര്യമേ ഇല്ല, അങ്ങനൊരു ആവശ്യമില്ല, അങ്ങനൊരു റിക്വയർമെൻ്റ് ഇല്ല. മറ്റൊരാളോട് തർക്കിക്കുക, അയാളേക്കാൾ ശരിയാണ് ഞാൻ, അങ്ങനെ ഒരു ഭാഗം. നമ്മളിവിടെ നോക്കുന്നത് മനുഷ്യരെ അവനവനെ തെളിച്ചു കൊണ്ടുവരാൻ താല്പര്യമുള്ളവരോട് സഹകരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ പുസ്തകത്തിൽ വായിച്ചു പഠിച്ച കാര്യം ആർക്ക് വേണം? അത് നമ്മൾ ഒഴിവാക്കാനാണ് നോക്കുന്നത്. നമ്മളിൽ ഇപ്പോൾ നിരന്തരം ലൈവായിട്ട് തുടരുന്ന ഭാഗത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായിട്ട് സംഭവിക്കുന്നത്, അത് ബേസ് ചെയ്ത് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഭാഗം, അവിടെയാണ് നമ്മൾക്ക് ശൈശവവും നമ്മുടെ ബാല്യവും യൗവനവും ഇത് വാർദ്ധക്യവും ഇതെല്ലാം സജീവമാകുന്നത്. ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? അത് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാനുള്ളതാണ്. ആ തീരുമാനം കഴിഞ്ഞ് അത് ഇനി നമ്മളിൽ നടപ്പിലാക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വാർദ്ധക്യത്തിലെത്തി അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആ വിവേകം ഉണ്ടെങ്കിൽ, ശൈശവമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ, നമ്മളിലെ വാർദ്ധക്യം നമുക്ക് കൃത്യമായിട്ട് കാണാം. അത് ചത്തുപോകേണ്ട സമയമായി. അപ്പോഴും നമ്മൾ ബലം പിടിച്ചിരിക്കുകയാണ്. ചെറുപ്പകാലമുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മളിലെ ചെറുപ്പം അതിൻ്റെ കാലം കഴിയുമ്പോൾ അതിനെ ഒഴിവാക്കണം. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞു. നമ്മൾ ജീവിക്കുന്ന ഭാഗമാണ്. അല്ലാണ്ട് പുസ്തകത്തെ എഴുതി വെച്ച കാര്യം ആർക്കൊക്കെ ആശ്രയിക്കേണ്ടി വന്ന് അവരെ ആശ്രയിച്ചോട്ടെ. അങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ആണ് ശരിയെന്ന് പറഞ്ഞ് ആശ്രയിക്കുന്നവർ അത് ആശ്രയിച്ച് അവരോട് നിന്നോട്ടെ. നമുക്ക് അവരുമായിട്ട് യാതൊരു കാരണവശാലും ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് അറിയുന്നവരുണ്ടോ അവരുമായിട്ട് നമ്മൾ സഹകരിക്കണം. ആ സഹകരണത്തിൻ്റെ ഭാഗത്താണ് നമ്മളിരിക്കുന്നത്. അല്ലാണ്ട് ഏതോ കാലഘട്ടത്തിൽ ചത്തു ചീഞ്ഞു പോയ ആൾക്കാർ എഴുതി വെച്ച പുസ്തകത്തിൻ്റെ പേരും പറഞ്ഞ് തല്ലുപിടിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും കിടന്ന് തല്ലുപിടിച്ചോട്ടെ. അപ്പോൾ റോബോട്ട്സ് ഓരോ കാലഘട്ടത്തിലും സംഭവിക്കുന്നത് നമ്മൾ വിവരം വെച്ച് വരെയാണ്. വിവരം കുറഞ്ഞല്ല വന്നത്, വിവരം വെച്ച് അതിനനുസരിച്ച് അപ്ഡേഷൻ വരും. പക്ഷെ ഈ അപ്ഡേറ്റ് ആവാത്താണ് പ്രശ്നം. കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവാത്താണ് പ്രശ്നം. ആരപ്ഡേറ്റ് ആകാത്തത്? അല്ല, ആരപ്ഡേറ്റ് ആകാത്തതാണ് പ്രശ്നം. അഫ്സൽ അപ്ഡേറ്റ് ആകുന്നുണ്ടെന്ന് അഫ്സലിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ല, അത് അഫ്സലിൻ്റെ വിവേകം അപ്ഡേറ്റ് ആക്കാനുള്ള ഭാഗം അഫ്സലിന് നോക്കാം. അത് മാത്രമേ അഫ്സലിൻ്റെ ഉത്തരവാദിത്തമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ബഷീർ അപ്ഡേറ്റ് ആകുന്നുണ്ടോ, ബിബി അപ്ഡേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാൻ അഫ്സലിനെ കൊണ്ട് പറ്റത്തില്ല. അതിനുള്ള പ്രാപ്തി മറ്റൊരാൾക്കില്ല. അഫ്സൽ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. ഞാൻ സംസാരിക്കുന്ന ഭാഗത്ത് അവിടെ തെളിച്ചത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുണ്ടോയെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതിൻ്റെ അഫ്സലിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുണ്ടോയെന്ന് അഫ്സൽ നോക്കിക്കോ. മനസ്സിലായി? അഫ്സലിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുണ്ടോയെന്ന് അഫ്സൽ നോക്കിക്കോ. അതിനകത്ത് നമുക്ക് ആർക്കും അതിനകത്ത് ഭിന്ന അഭിപ്രായമില്ല. അഫ്സൽ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് അഫ്സലിൻ്റെ വളർച്ച എന്താണ്? എൻ്റെ വളർച്ചയുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ചക്കയെന്ന് പറയുമ്പോൾ മാങ്ങയെന്ന് പറയുന്ന ആളുടെ അടുത്ത് പുറകെ ഞാൻ പോകുന്നില്ല. അവർക്ക് മാങ്ങയെന്ന് വേണ്ടെങ്കിൽ അവർ മാങ്ങ ഉള്ളിടത്തോട്ട് പോയിക്കോട്ടെ. എൻ്റെ താല്പര്യമാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ താല്പര്യമായിട്ട് പൊരുത്തപ്പെടുന്ന ആൾക്കാരോട്ടാണ് സഹകരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എതിർക്കുകയല്ല. എൻ്റെ താല്പര്യമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. എനിക്ക് വിശപ്പുള്ളപ്പോൾ ഞാൻ ആഹാരം കഴിക്കുന്നു. നിങ്ങൾക്ക് വിശപ്പില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വിശപ്പുള്ളവർ ഒരുമിച്ചിരിക്കുന്നു, മനസ്സിലായി? ഉറക്കമുള്ളവർ ഒരുമിച്ചിരിക്കുന്നു, മനസ്സിലായി? അവിടെ നിശബ്ദമായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു. അതുപോലെയുള്ളൊരു ഭാഗമാണ് ഈ റൂമെന്നാണ് പറഞ്ഞത്. അല്ല, അഫ്സലിന് പല താല്പര്യങ്ങളുണ്ട്. അഫ്സലിൻ്റെ താല്പര്യങ്ങൾ അഫ്സൽ കൈകാര്യം ചെയ്തു. അഫ്സലിനെ നമ്മളാരും എതിർക്കുന്നില്ല. പക്ഷെ നമുക്ക് വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ അഫ്സൽ കല്ലും മണ്ണും വാരിയിടാൻ അനുവദിക്കത്തില്ല. ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. അല്ല, ഞാൻ പറയുന്നതിൽ കല്ലും മണ്ണും അഫ്സൽ കാണിച്ചു തരണ്ട. അങ്ങനെ മറ്റൊരാളെ നമ്മൾ കാശിന് കൂലിക്കും വെച്ചിട്ടില്ല, അല്ലാണ്ടും വെച്ചിട്ടില്ല. ആവശ്യമില്ല, ചോദിച്ചില്ല. നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങളോട് നമ്മൾ ആരും ആവശ്യപ്പെട്ടില്ല നമ്മളിൽ കല്ലും മണ്ണുള്ളതൊന്ന് കാണിച്ചു തന്ന്. നമ്മൾ ആരും ആവശ്യപ്പെട്ടില്ല.
ആവശ്യപ്പെടാത്ത ജോലി ചെയ്യാൻ വരണ്ട ഇങ്ങോട്ട്. നമ്മുടെ ആവശ്യം അതൊന്നുമല്ല. നമ്മുടെ ആവശ്യം അതല്ല. നിങ്ങൾ കാണിച്ചു തരണ്ട. നമ്മളിലെ കല്ലും മണ്ണും നമ്മൾ കണ്ടോളാം. മനസ്സിലായോ? നമ്മൾ തന്നെ കണ്ടെടുത്തു കളഞ്ഞോളാം. നിങ്ങൾ കാണിച്ചു തരണ്ട. അങ്ങനത്തെ ഒരു സഹായം ഒന്നും ചെയ്യണ്ട. മനസ്സിലായി? നമ്മളിവിടെ ആരോടും ഒരു സഹായം ചെയ്യാൻ പറഞ്ഞില്ല. പിന്നെ വലിഞ്ഞു കയറി വന്ന് നമ്മളെ സഹായിക്കണ്ട. മനസ്സിലായോ? നമുക്ക് ആവശ്യമില്ല. നിങ്ങളെ നമ്മൾ ചവിട്ടി പുറത്താക്കത്തേ ഉള്ളൂ. കാരണം ആരുടെയും സഹായം വേണ്ട. എൻ്റെ തെളിച്ചമാണ് എൻ്റെ ജീവിതം. എൻ്റെ സുഹൃത്തെ, അത് ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ ന്യായീകരണം കൊണ്ടുവരണ്ട. എന്നെ സഹായിച്ചിട്ടുള്ളവർ, എനിക്ക് അർഹതപ്പെട്ടവർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അർഹതയില്ലാത്തവർ സഹായിക്കാൻ വരണ്ട. എന്നെ അർഹതപ്പെട്ടവർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് സഹായമാണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അർഹതപ്പെട്ടവരാണ് എന്നെ സഹായിച്ചത്. അതുകൊണ്ട് എൻ്റെ ആ സഹായം എനിക്ക് വ്യക്തമായിരുന്നു. എനിക്ക് തെളിച്ചമുണ്ടായി. മനസ്സിലായി? അർഹതയില്ലാത്തവർ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു തെളിച്ചവും കിട്ടത്തില്ല ഒരു കാലത്തും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അർഹതയില്ലാത്ത പൊട്ടത്തരത്തിൻ്റെ ഭാഗം ഇങ്ങോട്ട് പറയണ്ട. അർഹതയുള്ളവർ സംസ്കാരം ഉണ്ടാകും, പരസ്പരം സഹകരിക്കും. മനസ്സിലായി? അവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളാരും നിങ്ങളോട് ആരോടും പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. അങ്ങനെ ഒരു അപേക്ഷയും വെച്ചില്ല, ഒരു ആപ്ലിക്കേഷനും തന്നില്ല. പിന്നെ എന്തിനാണ് വലിഞ്ഞു കയറി വന്ന് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര കാലമായി? നിങ്ങൾക്ക് വിവേകമില്ല, നിങ്ങൾക്ക് വിവരമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു മാറ്റുന്നത്. ഒപ്പം ഇരിക്കാമെങ്കിൽ ഒപ്പം ഇരിക്കാം, അത് ഒരു സംശയമില്ല. ഒപ്പത്തിനൊപ്പം ഇരിക്കണമെങ്കിൽ റെഡിയാണ്. അത്രയേ ഉള്ളൂ. എൻ്റെ രീതിയിൽ തന്നെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. ഇല്ല, എൻ്റെ രീതിയിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട. എൻ്റെ രീതിയിൽ ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. എന്താ? അത്രയേ ഉള്ളൂ. എൻ്റെ ഒപ്പം ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ, എൻ്റെ രീതിയിൽ ഒപ്പം ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി. ഒരു നിർബന്ധവുമില്ല നിങ്ങൾ ഇരിക്കണമെന്ന്. ഒരു നിർബന്ധവുമില്ല നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന്. ആരും എൻ്റെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ ഒപ്പം ഇരിക്കാൻ സൗകര്യമുള്ളവരിരുന്നാൽ മതി. ആരെയും ബലം പിടിച്ച് കൂട്ടത്തിൽ കൂട്ടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞില്ല. ഒരു വാഗ്ദാനവും തന്നില്ല. ഒന്നും പ്രേരിപ്പിച്ചില്ല. എൻ്റെ ഒപ്പം ഇരിക്കാൻ സൗകര്യമുള്ളവർ വന്നാൽ മതി. എന്താ? അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. വളരെ ക്ലിയറാണ്. എന്നിട്ട് യാതൊരു കാര്യത്തിലും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. കൃത്യമായിട്ട് എൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമുള്ളവർ വന്ന് ഇരുന്നാൽ മതി. അല്ലാത്തവർ ആരും വരണ്ട. അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ ബഷീറിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ബഷീറിനെ അംഗീകരിച്ച് ബഷീറിനെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ബഷീറിൻ്റെ അടുത്ത് പോകുന്നത്. ബഷീറുമായിട്ട് സഹകരിക്കുന്ന ബഷീറായിട്ട് ഇരിക്കുന്നതിനെ നമ്മൾ അംഗീകരിച്ചിട്ടാണ്. ബിബിയുമായിട്ട് അംഗീകരിച്ചിട്ടാണ്. ബിബിനെ ബിബിയായിട്ട് അംഗീകരിച്ചിട്ടാണ്. എന്നിട്ടാണ് ബിബിയുടെ കൂട്ടത്തിലിരിക്കുന്നത്. പരിപൂർണമായിട്ട് ബിബിയുടെ അഹങ്കാരത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് ബിബിയുടെ കൂട്ടത്തിലിരിക്കുന്നത്. അല്ലാതെ അല്ല ബിബിയുടെയും ബഷീറിൻ്റെയൊക്കെ കൂട്ടത്തിലിരിക്കുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ല ഇവിടെ ആരും. ഇവിടെ സഹകരിച്ച് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങളുണ്ടല്ലോ എന്ന് നിങ്ങളുടെ വർത്തമാനവും നമ്മുടെ ഇവിടുത്തെ സംഭാഷണമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അല്ല, മാലിന്യങ്ങൾ, നിങ്ങൾ കാണുന്ന മാലിന്യങ്ങൾ നിങ്ങൾ മാറ്റിയാൽ മതി. ഞങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങൾ മാറ്റണ്ട. അത് നിങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല മമ്മട്ടി തൂമ്പയായിട്ട് വരാൻ. മനസ്സിലായി? നിങ്ങളെ ഏൽപ്പിച്ചില്ല നമ്മൾ. നിങ്ങളിലെ മാലിന്യം മാറ്റിയാൽ മതി. നമ്മുടെ മാലിന്യം നിങ്ങൾ നോക്കണ്ട. നമ്മളിവിടെ ഇരിക്കുന്ന ബിബിയുടെ മാലിന്യം നമ്മളാരും ഇല്ല. നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നിങ്ങളുടെ വിഷമവും നമ്മൾ എടുക്കുന്നില്ല. നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ല എന്നുള്ളതൊന്നും അല്ല. അതൊന്നും ഇവിടെ വിഷയമല്ല അഫ്സലെ. നിങ്ങൾക്ക് വിഷമം ഉണ്ടോ ഉണ്ടാകാതിരിക്കട്ടെ, അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ മാലിന്യം നോക്കണ്ട. അല്ല, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങളുടെ പ്രവൃത്തിയിൽ വ്യതിയാനം സംഭവിച്ചോ ഇല്ലെന്ന് ഞങ്ങൾ നോക്കാം. അല്ല, ഞങ്ങളുടെ പ്രശ്നം അഫ്സലെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ നോക്കിക്കൊള്ളാം.
അഫ്സൽ ഞങ്ങളുടെ പ്രശ്നം നോക്കാൻ അഫ്സലിനെ ഏൽപ്പിച്ചില്ല. അഫ്സലിൻ്റെ മേഖലയല്ല. അഫ്സൽ മുനിസിപ്പാലിറ്റി പണി ചെയ്യേണ്ട, മനസ്സിലായോ? മുനിസിപ്പാലിറ്റി പണി ചെയ്യേണ്ട. അഫ്സലിനെ ഏൽപ്പിച്ചില്ല ഇവിടെ ആരും ജോലി. അഫ്സലിൻ്റെ വൃത്തികേട് മാറ്റ്. അല്ല, ഞങ്ങൾ ചോദിച്ചില്ല അഫ്സലിനോട് അതും ചോദിച്ചില്ല. ഇവിടെ മഹാന്മാരെയും പണ്ഡിതന്മാരെയും അന്വേഷിച്ചില്ല. അതും തിരക്കില്ല ഇവിടെ ആരും. ഇവിടെ മഹാന്മാരെയും വേണ്ട, പണ്ഡിതന്മാരെയും വേണ്ട. അങ്ങനെ ഒരു ഭാഗം ഇവിടെ ആരും അന്വേഷിച്ചില്ല. ഇവിടെ ഓരോരുത്തരും എൻ്റെ ക്ലാരിറ്റിയിൽ ഞാനിരിക്കുന്നു, ബിബിയുടെ ക്ലാരിറ്റിയിൽ ഇരിക്കുന്നു. അല്ല, ഇതൊക്കെ നിങ്ങളുടെ കണ്ടെത്തൽ മാത്രമാണ്. ഇതൊക്കെ നിങ്ങളുടെ കണ്ടെത്തലാണ്. അല്ല, അതൊക്കെ അഫ്സലിൻ്റെ കണ്ടെത്തലുകളാണ്. ഇതൊക്കെ അഫ്സലിൻ്റെ കണ്ടെത്തലുകളാണ്. ഞാൻ പണ്ഡിതനാണെന്ന് കണ്ടിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കണമെന്ന് ഉള്ള അഫ്സലിൻ്റെ തോന്നലാണ്. മനസ്സിലായോ? ഇതൊക്കെ അഫ്സലിന് മാത്രമുള്ള തോന്നലുകളാണ്. ഇവിടെ ഇരിക്കുന്ന വേറെ ആർക്കും അങ്ങനെയൊന്നുമില്ല. ഞാൻ പണ്ഡിതനാണെന്നുള്ള തോന്നൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ല. അതൊക്കെ അഫ്സലിന് മാത്രം തോന്നുന്ന പ്രശ്നങ്ങളാണ്. നമ്മളത് തൊടുന്നില്ല. മനസ്സിലായി? അഫ്സൽ വന്നിരിക്കുന്നത് ഇവരൊക്കെ ഞാൻ പണ്ഡിതനാണെന്ന് കരുതിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സൽ വന്നിരിക്കുന്നത്. അതാണ് അഫ്സലിൻ്റെ ധാരണ. എന്താണ്? അത്രേ ഉള്ളു. ഇവിടെ ഉള്ളു. മനസ്സിലായി? ഇവിടെ കയറി വന്നിട്ട് അഫ്സലിൻ്റെ താന്തോന്നി തരം നടക്കത്തില്ല. അതിന് അവസരം തരുന്നില്ല. ആരെയും വിളിച്ച് മാറ്റി നിർത്തി പറയുക എന്തു വേണേലും ചെയ്തോ. അതിനുള്ള സർവ്വ സ്വാതന്ത്ര്യം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ അഫ്സലിനെ എങ്ങനെ വേണേലും സ്വാധീനിക്കാം. അതൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. ഇവിടെ വരുന്ന ആൾക്കാരെ അഫ്സലിന് ഏത് ഭാഗത്ത് വേണേലും സ്വാധീനിക്കുക. ഇവിടെ ഇതിനകത്ത് അപകടം ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് രക്ഷിച്ചു കൊണ്ടുപോവുക, അങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും അഫ്സലിന് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊന്നും ഇവിടെ ഒന്നും ഒളിച്ചും പാത്തും ഒന്നും ഒരു കാര്യം ചെയ്യുന്നില്ല. മനസ്സിലായി? ആരെയും നമ്മൾ ബലം പിടിച്ചിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടില്ല. ആർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമുള്ളവർക്ക് ഇരിക്കാം. മനസ്സിലായി? എന്താണ് ഇഷ്ടം? അവനവനെ ഇഷ്ടപ്പെടുന്നവർ. മനസ്സിലായി? എന്നെ ഇഷ്ടപ്പെടുന്നവർ ആവശ്യമില്ല. എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടോളാം. എന്നെ നിങ്ങൾ ആരും ഇഷ്ടപ്പെടണ്ട. ഒരു കാര്യമില്ല. എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടോളാം. ഞാൻ പണ്ഡിതനുമല്ല, പിന്നെ വേറെ എന്താണ്, ഇതൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യത്തിൽ എന്നിൽ ജീവനുള്ളത് കൊണ്ട് ആ ജീവൻ്റെ സജീവതയിൽ തുടരുന്നു. ആ ജീവൻ്റെ സജീവതയുമായിട്ട് പൊരുത്തപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അതുമായിട്ട് പൊരുത്തപ്പെടുന്ന ആൾക്കാരെ ഇവിടെ വരുന്നുള്ളൂ. അല്ലാതെ വേറെ ആരും വരുന്നില്ല. So each and everyone is willingly coming and listening. No one is forced. Each and everyone whoever is coming is willingly coming and listening. It's because of their intention. It's their responsibility why they are here. It's their only responsibility. It's no one is advising them that this is the space for them to progress their life. No, never. No commitments based on my advice or my intention. No, my intention is only for myself. My intention is to clarify myself, refine myself, progress with my life. അതല്ലാത്ത വേറെ യാതൊന്നുമില്ല. നിരന്തരമായിട്ട് എന്നിലുള്ള തുടർച്ചയല്ലാതെ അങ്ങനെ അവരവരിലുള്ള തുടർച്ചയ്ക്ക് സ്ഥാനം കൊടുക്കുന്നവരുടെ ഒരു സഹകരണമാണ്. അവിടെയാണ് നമ്മുടെ സംസാരത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്.